അങ്ങനെ വളരെ കാലം കാത്തിരുന്ന സൂര്യയുടെ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് പോയി. രാവിലെ 4 മണി തൊട്ട് വെയിറ്റ് ചെയ്യുന്ന കങ്കുവയുടെ ഫാൻ ഷോയ്ക്ക് എന്തോ ലൈസൻസിങ് ഇഷ്യൂ കാരണം ഷോ തുടങ്ങിയപ്പോൾ 4:45. എന്നാലും സാരമില്ല, ഇത്ര നാൾ വെയിറ്റ് ചെയ്തില്ല. നമ്മൾ ട്രെയിലറൊക്കെ കണ്ട ആ ഒരു ഭയങ്കര ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തായാലും നല്ല ഹൈപ്പിൽ നിൽക്കുകയായിരുന്നു. പടം കാണാൻ കയറി. ആദ്യത്തെ ഒരു 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അൺസൈക്കബിൾ ആയിരുന്നു. അതായത് ഇപ്പോഴത്തെ കാലഘട്ടം കേട്ടോ കാണിക്കുന്നത്. അതിൽ ദിശ പട്ടാനിയുണ്ട്, യോഗി ബാബു, പിന്നെ സൂര്യ, അവരൊക്കെ ആയിട്ട് അവരുടെ ഒരു കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അൺസൈക്കബിൾ. 40 മിനിറ്റ് കഴിയുമ്പോൾ എങ്ങനെയും അവിടെ നിന്ന് ഇറങ്ങിപ്പോരാന്നു. നമ്മാതിരി രീതിയിൽ ആദ്യത്തെ ഒരു 40 മിനിറ്റ് എടുത്ത് ചെയ്യുന്നത്. അത് കഴിഞ്ഞൊരു 20 മിനിറ്റ് നമ്മുടെ പഴയ കാലഘട്ടത്തിലോട്ട് പോകുന്നു. അതായത് നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട ആ ഒരു ട്രൈബൽ ആ ഒരു ഇതിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞൊരു 20 മിനിറ്റ് കുഴപ്പമില്ല, ക്യാരക്ടർ ഇൻട്രൊഡക്ഷനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇൻ്റർവെലൊക്കെ ആയപ്പോൾ കുഴപ്പമില്ല, ഇനിയിപ്പോൾ പടത്തിൻ്റെ റേഞ്ച് മാറും എന്നൊക്കെ വിചാരിച്ചാൽ കൊണ്ടിരുന്നു. ഇൻ്റർവെൽ കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ തുടങ്ങിയില്ല പാസം. അതിൻ്റെ പോരാത്തതിന് ഈ പറഞ്ഞ ക്രിഞ്ചി കാര്യങ്ങൾ, ക്ലീശ എല്ലാം വാരി വെതറി അങ്ങനത്തെ ഒരു സെക്കൻഡ് ഹാഫ്. ക്ലൈമാക്സ് ആയപ്പോൾ നമ്മൾ ലിയോയിലും ആനിമലിലും ഒക്കെ കണ്ടോട്ട് ഒരു സൂപ്പർ വില്ലനെ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സെക്കൻഡ് പാർട്ടെന്ന് എഴുതി കാണിച്ചു. ഇതാണ് കങ്കുവ. സത്യം പറയാലോ, സൂര്യനെ പോലെ ഇത്രയും കാലിവറുള്ള ഒരു ആക്ടറിനെ വെച്ച് ഇമാതിരി ഒരു കൂതറ സ്ക്രിപ്റ്റിൽ ഇത് ഇവർ ചെയ്യരുതായിരുന്നു. ഒന്നാമത്തെ കാര്യം, എൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് വിഷ്വൽ എഫക്ട്സ് ഒക്കെ കിടലിനായിട്ടുണ്ട്. ആർട്ട് വർക്ക് അടിപൊളിയായിട്ടുണ്ട്. സിനിമറ്റോഗ്രാഫി ഗംഭീരം. പക്ഷേ ഇതെല്ലാം ചെയ്തു വെച്ചേക്കുന്ന ഈ ഊള സ്ക്രിപ്റ്റിൻ്റെ അകത്ത്, അത് കാരണം ഇതിൻ്റെ അകത്ത് യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഒരൊറ്റ സീനിൽ പോലും ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടാക്കാൻ ഈ സ്ക്രിപ്റ്റിന് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒറ്റ ഗൂസ് ബമ്പേർത്തി മൊമെൻറ്റ്സും ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, തീരും, ഇറങ്ങിപ്പോരും, അത്രേ ഉള്ളൂ. എല്ലാം പ്രഡിക്റ്റബിൾ, ഒന്നുമില്ല പടത്തിൻ്റെ അകത്ത്, ഒന്നുമില്ല. വെറുതെ കണ്ടിരിക്കാൻ പറ്റുന്ന പടം. അതായത് കണ്ടിരിക്കാൻ പറ്റത്തില്ല. ചില സീനൊന്നും നമുക്ക് ചിരി വരും. അമ്മാതിരി രീതിയിലാണ് എടുത്തു വെച്ചേക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. ഇനി നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി കാണാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടിയിട്ട്. 250 രൂപ കൊടുത്ത് കാണാൻ മാത്രമുള്ള സംഭവമൊന്നും ഇല്ല ഈ പടത്തിൻ്റെ അകത്ത്. അപ്പോൾ OTT വന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. എനിക്ക് പടം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബാക്കി ഇനി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക. എല്ലാവരും സിനിമ കാണാൻ, കണ്ടിട്ട് അഭിപ്രായം പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.